യെസ്. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഫോർവേഡ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ഫോർവേഡ് ആയാലും ബാക്ക്വേഡ് ആയാലും നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയുക ഇന്റർപോളേഷൻ ടേബിൾ എന്ന് പറഞ്ഞ ഒരു ടേബിൾ നമ്മൾ വരയ്ക്കും. ആ ടേബിൾ രണ്ടിലും ചെയ്യുന്നത് ഒരുപോലെയാണ്. ഫോർവേഡിലാവുമ്പോഴും ബാക്ക്വേഡിലായാലും ചെയ്യേണ്ട ടേബിൾ ഒന്നാണ്, പേര് മാത്രമേ മാറുന്നുള്ളൂ. ചെയ്യേണ്ട കാര്യമൊക്കെ ഒന്നാണ്. നമ്മൾ ഒരു ഹെഡിങ് എഴുതാം, ഇന്റർപോളേഷൻ ടേബിൾ എന്ന് കൊടുക്കുക. ഇന്റർപോളേഷൻ ടേബിൾ എന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇന്റർപോളേഷൻ ടേബിൾ ഒന്ന് വരയ്ക്കാലോ. തുടങ്ങാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാൻ വരയ്ക്കാൻ പോവാണ്. എക്സിന്റെ വൈയുടെ വാല്യൂസ് ഇങ്ങനെ എഴുതാണ്. എക്സ് ഉണ്ട്, ദെൻ വൈ ഉണ്ട്. എക്സിന്റെ വാല്യൂസ് ഞാൻ എഴുതാണ് 0, 5, 10, 15, 20, 25. ഓക്കെ, ഇങ്ങനെ ടേബിളായിട്ട് വരയ്ക്കും. അടിയിൽ സമ്മൊന്നും എടുക്കാനൊന്നുമില്ല, അപ്പം ഇങ്ങനെ മതി. ദെൻ വൈയുടെ വാല്യൂസ് എഴുതുന്നു 7, 11, 14, 18, 24, 32. ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ ഇന്റർപോളേഷൻ ഫോർവേഡ് ആയാലും ബാക്ക്വേഡ് ആയാലും ചെയ്യേണ്ടതൊക്കെ ഒന്നാണ്, പേര് എഴുതുന്നത് മാറാണ്. പേര് ഡെല്ലും ഡെൽറ്റ എന്ന് പേര് കൊടുക്കുന്നു. ഫോർവേഡ് ആയതുകൊണ്ട് ഞാനിവിടെ ഡെൽറ്റ വൈ കാണുന്നു, പിന്നെ ഡെൽറ്റ സ്ക്വയർ വൈ, ഡെൽറ്റ ക്യൂബ് വൈ, അങ്ങനെ പോകും. ഓക്കെ, എന്താന്ന് പറയാം, രണ്ടിലും ചെയ്യുന്ന ഒരുപോലെയാണ്, പേടിക്കാനൊന്നുമില്ല. വൈയുടെ വാല്യൂസ് നോക്കുക, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. y1 മൈനസ് y0. ഡെൽറ്റ വൈ എന്ന് ഉദ്ദേശിക്കുന്നത്, ഡെൽറ്റ y0 എന്ന് ഉദ്ദേശിക്കുന്നത് y1 നിന്ന് y0 കുറയ്ക്കുക എന്നാണ്. അതായത് ഈ ടേബിളിൽ നിന്ന് താഴ്ന്ന് മുകളിലേക്ക് കുറയ്ക്കുക. 11 മൈനസ് 7 നോക്കുക. എത്ര 11 മൈനസ് 7? അത് നിങ്ങൾക്ക് അറിയാമെങ്കിലും കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക കേട്ടോ. 11 മൈനസ് 7 എത്രയാണ്? 11 മൈനസ് 7 4 അല്ലേ എന്നുള്ളത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. ശരിയാണോ? 11 മൈനസ് 7 എത്രയാണ്? 4 അല്ലേ? അപ്പൊ അത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ഇവിടെ എഴുതും. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരും കേട്ടോ. അടുത്ത് 14 മൈനസ് 11. 14 മൈനസ് 11 എത്രയാ? 3 അല്ലേ? അത് ഇവിടെ ഇതിന്റെ ഇടയിൽ എഴുതാം. 18 മൈനസ് 14 4 ആണ്. 24 മൈനസ് 18 എന്നാലും 6 അല്ലേ? 6. 32 മൈനസ് 24 8 അല്ലേ? 8. മനസ്സിലാവും. വൈയുടെ വാല്യൂസ് ആണ്. എക്സിനെ യാതൊരു ബന്ധമില്ല, എക്സ് ആവശ്യമില്ല. എക്സിന്റെ കാര്യം നമുക്ക് ചിന്തിക്കുക വേണ്ട കേട്ടോ. വൈ ആണ് നമുക്ക് ആവശ്യം. അടുത്തത് വീണ്ടും കുറയ്ക്കുക. 3 മൈനസ് 4 മൈനസ് 1. 4 മൈനസ് 3 1. 6 മൈനസ് 4 2. 8 മൈനസ് 6 2. അടുത്ത് വീണ്ടും കുറയ്ക്കുക. 1 മൈനസ് മൈനസ് 1 2. കാൽക്കുലേറ്റർ അടിച്ച് നോക്കണേ. കാൽക്കുലേറ്റർ എപ്പോഴും താഴത്തുനിന്ന് മുകളിലത്ത് കുറയ്ക്കുക കേട്ടോ. 1 മൈനസ് മൈനസ് 1 2. 2 മൈനസ് 1 1. 2 മൈനസ് 2 0. വീണ്ടും കുറയ്ക്കുക. കഴിഞ്ഞിട്ടില്ല. ഡെൽറ്റ റേസ്റ്റ് 4 വരെ പോകണപ്പോൾ 1 മൈനസ് 2 മൈനസ് 3 1 മൈനസ് 2 മൈനസ് 3 അല്ല മൈനസ് 1 അല്ലേ? കാൽക്കുലേറ്റർ അടിക്കണേ, തെറ്റിക്കരുത്. 1 മൈനസ് 2ന്റെ വാല്യൂ മൈനസ് 1. 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1. അടുത്ത ഡെൽറ്റ റേസ്റ്റ് 5 മൈനസ് 1 മൈനസ് മൈനസ് 1 ആണ് 0. അപ്പോൾ ലാസ്റ്റത്തെ ആവശ്യമില്ല. ഡെൽറ്റ റേസ്റ്റ് 5ന്റെ വാല്യൂ 0 ആയി. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും കേട്ടോ. ഒരു എനിക്ക് കേൾക്കുന്നില്ലടാ, നിന്റെ റേഞ്ച് എന്ത് പ്രശ്നമുണ്ട്? ഷംനാഥ് എന്താ പറഞ്ഞേ? താഴ്ന്ന് മുകളിലേക്ക് കേട്ടോ. എപ്പോഴും താഴ്ന്ന് മുകളിലേക്ക് കുറയ്ക്കുക. താഴത്തെ ടേം മൈനസ് മുകളിലത്തെ ടേം. കാൽക്കുലേറ്റർ കുറച്ചാൽ മതിയേ. എഴുതിയോ? എഴുതിയില്ലേ? ഫോർവേഡ് ഇന്റർപോളേഷനും ബാക്ക്വേഡ് ഇന്റർപോളേഷനും വേണ്ടത് സെയിം ടേബിൾ ആണ് കേട്ടോ. പേര് ഒന്ന് മാറി എഴുതുന്നുള്ളൂ, ചെയ്യുന്നതൊക്കെ സെയിം ടേബിൾ ആണ്. ഫോർവേഡ് ഇന്റർപോളേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കുന്നത് എപ്പോഴും ആദ്യം കാണുന്ന വാല്യൂസ് ആണ് എടുക്കുക. ഈ വാല്യൂസ് ആണ് നമ്മൾ എടുക്കുക ഫോർവേഡ് ഇന്റർപോളേഷന്റെ കേസിൽ.
മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതണുണ്ട്, ഇവിടെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ വേണമെങ്കിൽ വരച്ചിടാം. ഇതാണ് ഈ ആദ്യം കാണുന്ന വൈയുടെ വാല്യൂ ആണ് വൈ നോട്ട്. ഇതാണ് വൈ നോട്ട് എന്ന് പറഞ്ഞ ആൾ കേട്ടോ. ഈ ഡെൽറ്റ വൈയുടെ ആദ്യത്തെ വാല്യൂ ആണ്, ഇയാളാണ് ഡെൽറ്റ വൈ നോട്ട്. ഇയാളാണ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് പറയുന്ന ആൾ. ഇങ്ങനെയാണ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറയുന്ന ആൾ കേട്ടോ. ഇയാള് ഡെൽറ്റ റേസ്റ്റ് 4 വൈ നോട്ട് ആണ്. ഇത് ഡെൽറ്റ റേസ്റ്റ് 5 വൈ നോട്ട് കേട്ടോ. അത് എടുക്കേണ്ട 0 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോർവേഡിന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് ചെയ്യുന്നതെല്ലാം സെയിം സ്റ്റെപ്പാണ്. ഫോർവേഡ് ആയാലും ബാക്ക്വേഡ് ആയാലും സെയിം ആണ്. എടുക്കുന്നത് ഫസ്റ്റ് കാണുന്ന വാല്യൂസ് എടുക്കും. ബാക്ക്വേഡിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഇതേ സ്റ്റെപ്പ് തന്നെ, പക്ഷെ എടുക്കേണ്ടത് എന്താണ്? ഈ അവസാനത്തെ വാല്യൂസ്. ഞാൻ മാറ്റിയാണ് ഇത്, നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ വരയ്ക്കണ്ട. അവസാനത്തെ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ബാക്ക്വേഡ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ചില ക്വസ്റ്റ്യനിൽ ബാക്ക്വേഡ് ഫോർവേഡ് ഒരുമിച്ച് ചോദിക്കും. അപ്പോൾ 2 ടേബിൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ടേബിൾ തന്നെ വരച്ചാൽ മതി. ആ ഒരു ടേബിളിൽ തന്നെ ആദ്യത്തെ വാല്യൂസ് ഫോർവേഡിനും താഴെ കിടക്കുന്ന വാല്യൂസ് ബാക്ക്വേഡിനുമാണ് എടുക്കേണ്ടത്. ഇതാണ് YN. മനസ്സിലായോ? ഇതാ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല കേട്ടോ, ഇവിടെ നിങ്ങൾ വരയ്ക്കണ്ട. ഇതാണ് YN. ബാക്ക്വേഡ് ആണെങ്കിൽ ഇതാണ് YN. ഇയാളാണ് ഡെൽ YN. മനസ്സിലായോ? ഇയാളാണ് ഡെൽ YN. ഇയാളാണ് ഡെൽ സ്ക്വയർ YN. ഇത് ഡെൽ ക്യൂബ് YN. ഇത് ഡെൽ റേസ്റ്റ് 4 YN. ഇത് ഡെൽ റേസ്റ്റ് 5 YN. മനസ്സിലാവുന്നുണ്ടോ? ബാക്ക്വേഡിന്റെ പേര് മാറുന്നു. ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബാക്ക്വേഡിന്റെ ഫോർമുലയിൽ എഴുതുന്ന പേരെന്താണ്? YN, ഡെൽ YN, ഡെൽ സ്ക്വയർ YN, ഡെൽ ക്യൂബ് YN എന്നാണ് കൊടുക്കേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ഒറ്റ ടേബിളിൽ തന്നെ ഇപ്പോൾ 2ഉം ചെയ്യാം നമുക്ക്. അപ്പോൾ പേര് എഴുതുമ്പോൾ ഇതേപോലെ എഴുതണമെന്ന് മാത്രം. മനസ്സിലാവുന്നുണ്ടോ? പേരെഴുതുമ്പോൾ ഇതുപോലെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം കാണുന്നത് ഫോർവേഡിന്റെ ടേബിളും രണ്ടാമത് വരുന്ന വാല്യൂസ്, അതായത് താഴെ കിടക്കുന്ന വാല്യൂസ് ബാക്ക്വേഡിനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് ഫോർവേഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 8 മാർക്കുണ്ട്. 8 മാർക്കിൽ ഫോർവേഡിന്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ മുകളിൽ വരച്ചത് മാത്രം മതി കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ടേബിൾ മാറ്റിയാണേ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതുന്നതിനൊക്കെ മുമ്പ് ആദ്യം U എഴുതണേ. എല്ലാവരും ടേബിളൊക്കെ എഴുതി വിചാരിക്കുന്നു. എഴുതിയില്ല എല്ലാവരും? ഞാൻ വായിച്ചു കിട്ടാം. ഇനി എഴുതിയിലൊക്കെ നിങ്ങൾ തനിയെ ചെയ്യാം. എഴുതാം. U ഈക്വൽ ടു U കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? X മൈനസ് x0 ബൈ h അല്ലേ? അങ്ങനെയല്ലേ ഫോർമുല പറഞ്ഞത്? എക്സ് എന്ന് പറഞ്ഞത് നമ്മളോട് എന്താണോ കാണാൻ പറഞ്ഞത് ആ വാല്യൂ. എന്താ കാണാൻ പറഞ്ഞ വാല്യൂ? ഏത് വാല്യൂ കാണാൻ പറഞ്ഞ? പറയ്. 8. അപ്പൊ 8 ആണ് കേട്ടോ എക്സ്. ഓക്കെ, 8 മൈനസ് x0. എക്സിന്റെ ആദ്യത്തെ വാല്യൂ ആണ് എന്ത്? x0. അപ്പൊ x0 എത്രയാണ്? x0 എത്ര? 0. ഓക്കെ, 0 ബൈ h എന്ന് പറഞ്ഞത് ഇന്റർവെൽ. ഇന്റർവെൽ 5 അല്ലായിരുന്നു? 5 അല്ലേ? അപ്പൊ 8/5 പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ, കുഴപ്പമില്ല. 8/5ന്റെ വാല്യൂ എത്ര പോയിന്റ് ആയിട്ട് പറഞ്ഞ? 8/5ന്റെ വാല്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് 1.6. അപ്പോൾ 1.6 ആണ് കേട്ടോ XU എന്ന് പറഞ്ഞ വാല്യൂ. ഇനി ഞാൻ ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഫോർമുല എഴുതാണ്. അപ്പോൾ ഫോർമുലയിൽ ശ്രദ്ധിക്കുക, ഡെൽറ്റ റേസ്റ്റ് 5 എഴുതണ്ട, 4 വരെയുള്ള വാല്യൂസ് എഴുതണം കേട്ടോ. ഫോർമുലയിൽ 4 വരെ നമുക്ക് വാല്യൂസ് ഉണ്ട്. 0 ആവുന്നത് വരെ എഴുതണ്ട കേട്ടോ. ഡെൽറ്റ റേസ്റ്റ് 4 ചില പ്രോബ്ലത്തിൽ 0 ആവും. അപ്പം ക്യൂബ് വരെ എഴുതിയാൽ മതി. ഇവിടെ 4 വരെ എഴുതണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? 0 എഴുതണ വാല്യൂ. ഇപ്പോൾ ഡെൽറ്റ റേസ്റ്റ് 5 ഉണ്ട് ഇവിടെ, പക്ഷേ ഡെൽറ്റ റേസ്റ്റ് 5 0 ആണ്. അതുകൊണ്ട് ഡെൽറ്റ റേസ്റ്റ് 5ന്റെ വരെ എഴുതണ്ട ഫോർമുലയിൽ. എക്സെട്ര എന്നല്ല നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഫോർമുല എഴുതുമ്പോൾ പ്ലസ് എക്സെട്ര എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാലും ഏത് വരെ വാല്യൂസ് ഉണ്ടെന്ന് നോക്കണേ. ആ വാല്യൂസ് ഉള്ളത് വരെ നമ്മൾ എഴുതണം കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം എഴുതുന്ന ഫോർമുല എഴുതാണ്. y of x ഈക്വൽ ടു എന്താണ് ഫോർമുല? y0 പ്ലസ് u/1 ഫാക്ടോറിയൽ ഡെൽറ്റ y0 പ്ലസ് u into u minus 1 by 2 factorial delta square y0 plus u into u minus 1 into u minus 2 by 3 factorial delta cube y0
പ്ലസ് യു ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു മൈനസ് 2 ഇൻറ്റു യു മൈനസ് 3 ബൈ 4 ഫാക്ടോറിയൽ ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് പ്ലസ് എക്സെട്ര എന്ന് എഴുതി. ഞാൻ 5 എഴുതിയില്ല, എന്തുകൊണ്ടാണ് 5 എഴുതാത്ത എന്തുകൊണ്ടാണ്? 5 0 ആയിരുന്നു അതുകൊണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ എക്സെട്ര ഒന്നും വേണ്ട, നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇത് ഫോർമുല എഴുതി എക്സെട്ര കൊടുത്തുന്നുള്ളൂ. വൈ നോട്ട് എത്രയായിരുന്നു ടേബിൾ നോക്കിയിട്ട് പറഞ്ഞാൽ വൈ നോട്ട് എത്രയായിരുന്നു? വൈ നോട്ട് ഓക്കെ 7 ആണ്. അപ്പോൾ 7 പ്ലസ് യു നമ്മൾ കണ്ടുപിടിച്ച് 1.6 ആണ്. 1.6 ബൈ 1 ഫാക്ടോറിയൽ തന്നെ 1 ആണ് കേട്ടോ. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. 1 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 കേട്ടോ. ഫാക്ടോറിയൽ എന്നുള്ള സംഭവം ഉണ്ട് കാൽക്കുലേറ്ററിൽ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഫാക്ടോറിയൽ 1 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഈക്വൽ ടു 24. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഈക്വൽ ടു 120. ഇത്രയും നമുക്കൊന്ന് പഠിച്ചോ. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ട്, ഫാക്ടോറിയലിൻ്റെ സാധനം കാൽക്കുലേറ്റർ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. ആ ഇൻവേഴ്സിൻ്റെ അടുത്ത് എവിടെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി, സാധനം ഉണ്ട്. ഇപ്പോൾ തൽക്കാലം 1 എഴുതുക. 1 ഫാക്ടോറിയൽ 1 എഴുതി. ഇൻറ്റു ഡെൽറ്റ വൈ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ നോട്ട് 4 ആണ്. ഓക്കെ, പ്ലസ് യു ഇൻറ്റു യു മൈനസ് 1. അപ്പോൾ 1.6 ഇൻറ്റു 1.6 മൈനസ് 1 കണ്ട, യു ഇൻറ്റു യു മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ടിൻ്റെ വാല്യൂ എത്ര? ഇവിടെ ബ്രാക്കറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് അടുത്തത് യു ഇൻറ്റു യു മൈനസ് 1 1.6 മൈനസ് 1 ഇൻറ്റു 1.6 മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ടിൻ്റെ വാല്യൂ എത്ര? ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എത്രയായിരുന്നു? 2. ഓക്കെ, പ്ലസ് അടുത്തത് 1.6 ഇൻറ്റു 1.6 മൈനസ് 1 ഇൻറ്റു 1.6 മൈനസ് 2 ഇൻറ്റു 1.6 മൈനസ് 3 ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ടിൻ്റെ വാല്യൂ എത്ര? -1. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ പ്രോബ്ലം അവസാനിച്ചു. 8 മാർക്കായിട്ടാ. അപ്പോൾ നോക്ക്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫോർമുല എഴുതി, ഒരു സ്റ്റെപ്പ് എഴുതി. ആ ടേബിളിലാണ് ഫുൾ ഇരിക്കുന്നത്, മനസ്സിലായല്ലോ? ഫോർമുല എഴുതുന്നു, സ്റ്റെപ്പ് എഴുതുന്നു. ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർമുലേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. യാതൊരു വ്യത്യാസമില്ല. എല്ലാ പ്രോബ്ലം ഇങ്ങനെ ഫോർമുല പഠിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. വേറൊരു റിസ്ക്കും ഇല്ല അവിടെ. ഫോർമുല ഒന്ന് പഠിച്ചാൽ ആൻസർ ആയിക്കാണോ. ഇനി ഇത് സിംപ്ലിഫൈ നിങ്ങൾ കാൽക്കുലേറ്ററിലെ കയ്യില്ലേ, കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലിഫിക്കേഷനൊക്കെ സിമ്പിളാണ്. ആകെ കൂടി നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വലിയ സാധനം പഠിച്ചിരിക്കുക. അതിന് ബൈഹാർട്ട് ചെയ്യാൻ നടക്കില്ല. ഞാൻ പറയുന്നത് പോലെ ബൈഹാർട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് ചെയ്യുക. എങ്ങനെയാണ് പോക്ക് നോക്കുക. യു ഇൻറ്റു യു മൈനസ് 1, അടുത്തത് യു മൈനസ് 2, അടുത്തത് യു മൈനസ് 3. കണ്ട, ആ ഒരു പാറ്റേൺ പഠിച്ച് പോവാ കേട്ടോ. ഓക്കെ, യെസ്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ഇതെല്ലാവരും, കാരണം ഞാൻ ഒരു പ്രോബ്ലം ഞാൻ ചെയ്തു തരാം. ഇന്നെന്തായാലും ഇത് കഴിഞ്ഞാൽ നിർത്തുകയാണേ. അത്യാവശ്യമായി, നമുക്ക് എത്ര മതി. ബാക്ക് വേർഡ് ഇതുപോലെ തന്നെയാണ്, നാളെ എടുത്തു തരാം. ഇതൊക്കെ ചെയ്യാം. കാൽക്കുലേറ്റർ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടി ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എററായി മാറും. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ വേറൊരാൾ, ഷംനാഥ് അല്ലാതെ വേറൊരാളെ ആൻസർ എന്ന് പറയണേ. കാരണം ഷംനാഥിൻ്റെ സൗണ്ട് എനിക്ക് തീരെ ക്ലിയർ ആവുന്നില്ല. പൂജ, ഞാൻ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുന്നത് പറഞ്ഞിരുന്നേ, എൻ്റെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കും. അപ്പോൾ ഓരോന്ന് ഓരോ ഇതായിട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഒറ്റയ്ക്ക്, അടുത്ത ടൈം ഒറ്റയ്ക്ക്, അടുത്ത ടൈം ഒറ്റയ്ക്ക്, അടുത്ത ടൈം ഒറ്റയ്ക്ക്, കണ്ടാ. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്യാണ് നല്ലത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 1 2 3 4 5 ടൈം ഉണ്ട്. ആ 5 പ്ലസ് ടൈമുകൾ ഓരോന്നോരോന്ന് എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ടൈം 7 ആണ്. ആ 7 അവിടെ എഴുതി. ഓക്കെ അല്ലേ? അതായത് എൻ്റെ കൂടെ വരാം കേട്ടോ.
ഇത് മുഴുവൻ ഒരുമിച്ച് ചെയ്യാണ്. 0 മൾട്ടിപ്ലൈ ചെയ്താൽ 1.6 × 4 എത്രയാണ് വന്നത്? 6. അപ്പോൾ പ്ലസ് ആണ് അല്ലേ, പ്ലസ് 6.4 എന്നിട്ടു. അടുത്ത് പ്ലസ് ആണോ മൈനസ് ആണോ ഉറപ്പിക്കാൻ വരട്ടെ. 0 ഞാൻ പറയുന്ന പോലെ ചെയ്യാം. എല്ലാവരും പറയുന്നത് കേൾക്കട്ടോ. 0 ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യണേ. എല്ലാവരും ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യാം. 1.6 അടിക്കാം. 1.6 അടിച്ചോ? എല്ലാവരും 1.6 അടിക്കുക. ഇൻറ്റു അടിക്കുക. അടിച്ചോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് അടിക്കാൻ പോവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് 1.6 - 1 അടിക്കുക. അടിച്ചോ? ഇൻറ്റു അടിക്കുക. -1 അടിക്കുക. അടിച്ചോ? ഇനി ബൈ കൊടുക്കുക. ബൈ കൊടുക്കുക. ഈ അടിയിലുള്ളത് 2 അടിക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചോട്ടു. ഈക്വൽ ടു പറഞ്ഞോ. എത്ര വന്നേ? എത്ര പറഞ്ഞു? -12 12/32 വാല്യൂ 0.48 ആണെന്ന് നോക്കിയാ. അതന്നെ അതിന്റെ വാല്യൂ പോയിന്റ് ആയിട്ട് പറഞ്ഞ എത്രയാണ്? 0.48 എന്നാണ് എല്ലാവർക്കും വന്നത്. എല്ലാ വാല്യൂ പറയണം. ഒരു 2 ഡെസിബിൾ ഇല്ല, 5 ഡെസിബിൾ ഉണ്ടെങ്കിൽ അത്രയും പറയണം. ഓക്കെ, ഇത്രയാണ് കിട്ടിയത്. ബാക്കി എല്ലാവർക്കും ഓക്കെ. ഇപ്പൊ ഇത് ഷംനാഥ് ശ്രദ്ധിക്കണേ. പോയിന്റ് ആയിട്ട് ഡെസിമൽ റേഷണൽ നമ്പർ വന്നാൽ തന്നെ ഡെസിമലായിട്ട് പറയാം. സോറി, പോയിന്റ് ആയിട്ട് പറയാം. ഷംനാഥ് ഇത് മുഴുവൻ അടുത്തത് ഇതേപോലെ അടുത്ത ടൈം എടുക്കാം. അടുത്ത ടൈം ഇതേപോലെ അടിക്കാം. അടുത്ത ടൈം എങ്ങനെയാണ്? 1.6 അടിക്കുക. ഇൻറ്റു ബ്രാക്കറ്റിൽ 1.6 - 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1.6 - 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിലേക്ക് തെറ്റിപ്പൂട്ടാം. ഓക്കെ, ഷംനാഥ് ശ്രദ്ധിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ മറന്നു വെച്ചാൽ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ടാണോ തെറ്റിയെന്ന് അറിയില്ല. 1.6 കറക്റ്റ് ആണല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ഇൻറ്റു 2 അടിക്കുക. ബൈ 6 ഇത് എത്ര ഒരുമിച്ച് അടിക്കുക. ബ്രാക്കറ്റുകളൊക്കെ ക്ലോസ് ചെയ്തത് ഓപ്പൺ ചെയ്യാൻ മറക്കരുത്. സോറി, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. -0.128 ആണോ? എല്ലാവർക്കും? ഓക്കെ, റാസി ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം ലേറ്റ് ആയി. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇന്റർപൊലേഷൻ എന്നുള്ള ടോപ്പിക്കാണ്, കുഴപ്പമില്ല. സിമ്പിൾ ടോപ്പിക്കാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യാം. സിമ്പിൾ ടോപ്പിക്കാണ്. അതിൽ നാളെ വീണ്ടും പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പം മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ലാസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുക. അവസാനത്തെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഇതുവരെ നമ്മൾ ഇതുവരെ എത്തിയില്ല. ഇതുവരെ കൂട്ടുക. അപ്പം എങ്ങനെ എഴുതാം? 1.6 ഇൻറ്റു ബ്രാക്കറ്റിൽ 1.6 -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്യുക. 1.6 - 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്യുക. 1.6 - 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇൻറ്റു -1 അടിക്കുക. ബൈ 6 24 ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാ, മൊത്തത്തിലല്ല, ഈ ഒരു ബ്രാക്കറ്റിലുള്ളത് എല്ലാം കൂടി ഒരുമിച്ചിട്ട്. അപ്പം എത്രയാണ് വന്നത്? -0.0 കേട്ടില്ല, 0.224 ഇങ്ങനെയാണ് വന്നത്. ബാക്കിയുള്ളവർക്ക് ചിലപ്പോഴേ ഇങ്ങനെ വരുന്നത് ഇൻറ്റു 10⁻² എന്നൊക്കെ കാണിക്കും. ചിലപ്പോൾ അങ്ങനെ വന്നിട്ട് കാണിച്ചു ഒരിക്കലും.
ഇതിലിപ്പോൾ ചിലപ്പോൾ 2.24 ഇൻറ്റു 10⁻⁻2 എന്ന് കാണിക്കും. അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഇതിൻ്റെ മീനിങ് എന്താ? ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മീനിങ് എന്താ? പോയിന്റിന് ശേഷം 2 ഡെസിബിൾ ഇങ്ങോട്ട് നീങ്ങണം എന്നാണ് മീനിങ്. അല്ലെങ്കിൽ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ 0 പോയിന്റിന് ശേഷം 2 ഡെസിബിൾ, അപ്പോൾ 0യും 2ഉം 2 to 4 ഇങ്ങനെ എഴുതണം കേട്ടോ. ചില കാൽക്കുലേറ്റർ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ. അപ്പോൾ എത്ര 10⁻⁻2 ആണെങ്കിൽ പോയിന്റിന് ശേഷം ഒരു 0യും ബാക്കി ആ നമ്പർ എഴുതാം. 10⁻³ ആണെങ്കിലോ ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 0.00224 ഇങ്ങനെ എഴുതാം. അത് അടുത്ത് അങ്ങനെ വരുമ്പോൾ പറയാം, അങ്ങനത്തെ പ്രോബ്ലം വരാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ എല്ലാം മനസ്സിലായോ? അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടി ചെയ്യാൻ നിൽക്കരുത്. ഈ 4 സ്റ്റെപ്പ് സെപ്പറേറ്റ് എഴുതിയിട്ട് ഇനി എല്ലാം കൂടി കൂട്ടിയ കൂട്ടല്ല, അവിടെ സബ്ട്രാക്ഷൻ വരുന്നുണ്ട്. എത്ര വരുന്നത് നോക്കാം. എത്ര വന്ന? എനിക്ക് കേൾക്കുന്നില്ലടാ, വേറെ ആരെയും പറഞ്ഞേ. 12.7696 ഇതാണോ ഷംനാഥ് പറഞ്ഞേ? അതെ അതെ, ഓക്കെ. അപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിച്ചത് എന്താണ്? y at x equal to 8. അതിൻ്റെ വാല്യൂ x equal to 8 വരുമ്പോൾ, അതായത് y of 8ൻ്റെ വാല്യൂ കേട്ടോ 12.7696 ആണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നോട് നിർത്തുകയാണ്. നമുക്ക് നാളെ ഇതിൻ്റെ ബാക്ക്വേഡിൻ്റെ പ്രോബ്ലം ചെയ്യാം കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ ഞാനത് തീർത്തുതരാം. അവസാനത്തെ 2 മോഡ്യൂൾ തീർത്തുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം നടത്താം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, 8 മാർക്കിന് ചോദിച്ചാണേ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് വലിയ പ്രശ്നമല്ല, പക്ഷേ സ്പീഡ് അപ്പ് ചെയ്യണം, അതാണ് നമ്മുടെ എയിം. മനസ്സിലായി? ഈ ഒരു യൂണിറ്റ് ടഫാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു യൂണിറ്റ് ഈസിയാണ്, പക്ഷേ ടൈം പ്രശ്നമാണ്. ടൈം നമ്മൾ ശരിയാക്കി എടുക്കണം. ഈ ഒരു യൂണിറ്റിലെ ക്വസ്റ്റ്യൻ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് തീരുന്ന രീതിയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം പാസ്സായി. ഓക്കെ, കേട്ടില്ല? ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ലേ പറഞ്ഞ ഫൈൻഡ് y at x equal to 8 എന്നറിയുന്നില്ല ക്വസ്റ്റ്യൻ. എടാ, അതായത് മിഡിലിൽ നിന്ന് ഇത് വരുമ്പോൾ ഫോർവേഡിൻ്റെ ഫോർമുല വെച്ച് ചെയ്താൽ മതി. ആ 8 എവിടെ യൂസ് ചെയ്തതല്ലേ നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ യു കണ്ടത് ഓർമ്മയുണ്ട്? യു അവിടെ എക്സിന് നമ്മൾ കൊടുത്തില്ലേ? 8ൻ്റെ യൂസ് വന്നത് അവിടെയാണ്. 8ൻ്റെ യൂസ് വന്നത് യു ഈക്വൽ ടു എക്സ് മൈനസ് x0/h എന്നല്ല എഴുതിയത്. ഇവിടെയാണ് നമ്മൾ ആ എക്സിന് 8 കൊടുത്തത്. മനസ്സിലായോ? 8 - 0/5 ഇവിടെയാണ്. വേറെ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഈ ഒരൊറ്റ യുവിൻ്റെ അവിടെയാണ് കേട്ടോ. ആ യുവിൻ്റെ സ്ഥലത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ യുവിന് അത് ആ എക്സ് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ഈ വാല്യൂ വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഡൗട്ട് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മറ്റേതിലാണെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ സ്ഥലമില്ല, ആ സ്ഥലമാണ് ഈ ഫോർമുല യു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ കുറച്ചുകൂടി നേരത്തെ എടുക്കാം, ഒരു 7:30 7:30 എടുക്കാം അല്ലേ? 7:30 എടുക്കാം. ഓക്കെ, ഞാൻ പറ്റിച്ച് കഴിഞ്ഞാൽ അമ്മൂനും ഷംനാഥിനും ഈസി അല്ലേ? നിങ്ങൾക്ക് പറ്റിച്ചെങ്കിൽ ഈ ന്യൂമറിക്കൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാലത്ത് എപ്പോഴെങ്കിലും ടൈം ശരിയാക്കാം കേട്ടോ. വേറെ ഓക്കെ, നിങ്ങൾക്ക് രണ്ടൊക്കെ വേറെ ഇതാണല്ലോ. ഇത് ഈ ഒരു സെക്ഷൻ കഴിയട്ടെ, അതിന് ശേഷം ഓക്കെ. നിങ്ങൾക്ക് ഒരു ഡെയിലി വേറെ ടൈം കൂടി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഴിയില്ല, നിങ്ങളുടെ അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ശരി, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.